ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ബോട്ടിലിൽ ഒരു പുൽക്കൂട് തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ചതുരത്തിലുള്ള ഒരു ബോട്ടിൽ ആദ്യം തന്നെ ബേസ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബോട്ടിൽ ഫിക്സ് ചെയ്ത് വെക്കണം. ഞാനിതിനായിട്ട് ഫെവി ബോണ്ടാണ് ഉപയോഗിക്കുന്നത്. ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവയെ നമുക്ക് പരസ്പരം ഒട്ടിച്ച് 2 ചതുരങ്ങളാക്കി എടുക്കണം. ഇത് സെറ്റായിട്ടുണ്ട്. ഇതിനി ഇങ്ങനെ ചേർത്തൊട്ടിക്കണം. അതുപോലെ തന്നെ അടുത്തതും ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ അതും ഇവിടെ സെറ്റായിട്ടുണ്ട്. ഈ ഒരു പീസ് നമുക്കിതിന് മുകളിലേക്കും ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഇതൊരു കുടിലിൻ്റെ ഷേപ്പ് ആയിരിക്കുകയാണ്. ചെറിയ കാർഡ്ബോർഡ് പീസുകൾ 3 എണ്ണം കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇവയുടെ വശങ്ങളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഈ കാർഡ്ബോർഡിലൊക്കെ നമുക്കൊരു ബ്രൗൺ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിലിന് മുകളിലൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഇതും പൂർത്തിയായിരിക്കുകയാണ്. പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കുടിലിന് മുകളിലേക്ക് വിരിച്ചു കൊടുക്കുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം കാർഡ്ബോർഡ് കാണാത്ത രീതിയിൽ ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കണം. ആവശ്യമില്ലാതെ തള്ളി നിൽക്കുന്ന നാരുകളൊക്കെ കട്ട് ചെയ്ത് അങ്ങ് ഷേപ്പാക്കി എടുക്കുകയും വേണം. പുൽക്കൂടിനകത്തും കുറച്ച് ചകിരിയൊക്കെ വിരിച്ചെടുക്കണം. പുൽക്കൂടിനുള്ളിൽ വെക്കുന്നതിനായിട്ട് ഉണ്ണിയേശുവിൻ്റെയും മറ്റും കുറച്ച് രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. മോൾഡഡ് ക്ലേ ഉപയോഗിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ഉണ്ടാക്കുന്നില്ല. അതിനാൽ വേഗം തന്നെ ഞാൻ കാണിച്ചു പോകുന്നേ ഉള്ളൂ. അങ്ങനെ രൂപങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം പുൽക്കൂടിലേക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അലാകെ പുൽക്കൂടിൻ്റെ ഭിത്തിയിൽ അങ്ങോട്ട് ചോദിക്കുകയാണ്. ബാക്കിയുള്ളവയെല്ലാം താഴെയായിട്ട് നിരത്തണം. ഒരു ചെറിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ബോട്ടിലിന് മുകളിലായിട്ട് അങ്ങോട്ട് ചോദിക്കാം. അങ്ങനെ നമ്മുടെ ചെറിയ പുൽക്കൂടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്.
ബോട്ടിലിനുള്ളിൽ ഒരു പുൽക്കൂട് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു. ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഗുഡ് ബൈ.